സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച. അത്യുത്കൃഷ്ടങ്ങളായിട്ടുള്ള ഫലങ്ങൾ, ഈ ഫലങ്ങളെ മാത്രം ആഗ്രഹിക്കുന്ന വിവേകികളായിട്ടുള്ള ആളുകൾ. വിവേകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചിച്ചറിയാൻ ശേഷിയുള്ള ആളുകൾ, കാര്യങ്ങളെ കൃത്യമായിട്ടും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, നല്ലതും ചീത്തയും വേർതിരിച്ച് എടുക്കാൻ കഴിയുള്ളവരെയാണ് വിവേകികൾ എന്ന് പറയുന്നത്. ഈ വിവേകികൾ അത്യുത്കൃഷ്ടങ്ങളായിട്ടുള്ള ഫലങ്ങളെ മാത്രം ആഗ്രഹിക്കുന്നവര്, തങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന മഹത്തായിട്ടുള്ള ഭൂമികകളിൽ, ദേവഭൂമികയിൽ, ദേവന്മാരുടെ ഭൂമിയിൽ അവിടെ പുണ്യം കൊണ്ട് അവരുടെ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നിട്ട് പിന്നെ ഇതിനെല്ലാം ഈ പുണ്യം കൊണ്ട് എത്തിച്ചേർന്നത് മുൻപ് പറഞ്ഞ പോലെയുള്ള ഫലങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. അവിടെ എത്തിച്ചേർന്നതിന് ശേഷം പിന്നെ ഈ സംസാരത്തിലെ, അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്, ആ സംസാരത്തിൽ അധസ്ഥിതമായിരിക്കുന്ന ലോകത്തിലെ ബാഹ്യമായിട്ടുള്ള നിറപ്പകിട്ടുള്ള വർണ്ണരതി പ്രമോദ എന്ന് പറഞ്ഞത് അതാണ്. ബാഹ്യമായിട്ട് മാത്രം നിറപ്പകിട്ടുള്ള ഭൗതിക സുഖ സാധനങ്ങളിൽ രമിക്കുവാൻ ശ്രമിക്കുന്നു തോന്നുന്നുണ്ടോ? അതവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യില്ല എന്ന് സാരം. ഇവിടെ നമ്മൾ പലപ്പോഴും ഈ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ, ഇവിടെയുള്ള കോടീശ്വരന്മാരടക്കമുള്ള ആളുകൾ, ഇവിടെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ ചില നാളുകൾ, വർഷത്തിൽ 2 മാസമൊക്കെ അവര് ഹിമാലയത്തിൽ വന്ന് ഏതൊരു ആശ്രമവാടത്തില് ചെറിയ മുറിയിൽ ഒക്കെ അവർ താമസിക്കും. ഞങ്ങളുടെ ആശ്രമത്തില് വർഷത്തിൽ 2-3 വട്ടം വന്ന് പോകുന്ന ഒരാളാണ് സിനിമാ നടനായിട്ടുള്ള രജനീകാന്ത്. 2-ാം നമ്പർ റൂമിലാണ് താമസിക്കുക. ആ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 അടി 12 അടി വീതിയുള്ളൊരു മുറി മാത്രമാണ്, എയർ കണ്ടീഷനാണ്. ആ മുറിയിലെ വന്ന് അങ്ങനെ താമസിക്കുക. ആരും ഒന്നും ചോദിച്ചിട്ടില്ല, അങ്ങക്ക് എന്തിന്റെ കുറവിന്റെ പേരിലാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മദ്രാസില് അങ്ങനെ പല സ്ഥലങ്ങളിലും, ഈവൻ വിദേശത്തും അദ്ദേഹത്തിന് താമസിക്കുന്ന സൗകര്യങ്ങളുള്ള സ്ഥലമുണ്ട്. പക്ഷേ പലപ്പോഴും നല്ല ക്രിട്ടിക്കൽ മൂമെന്റിലൊക്കെ അദ്ദേഹം വന്ന് താമസിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ പാചകം ചെയ്യുന്ന ആഹാരം അത് മിഷ്ടാന്ന ഭോജനമൊന്നുമല്ല. അതും കഴിച്ച് അദ്ദേഹം അവിടെ ഇരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇവിടെ വരുന്നത്, എന്തൊന്നിന്റെ കുറവാണ് നിങ്ങൾക്ക് അവിടെയുള്ളത് എന്നാരും ചോദിച്ചിട്ടില്ല. കാരണം എന്താണ്? എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള സങ്കേതങ്ങളിൽ അവിടെ വരുന്നത് ഈ ബാഹ്യമായിട്ടുള്ള സംസാരത്തിൽ അധസ്ഥിതമായിട്ടുള്ള ലോകത്തിലെ ബാഹ്യമായിട്ടുള്ള അതീവ നിറപ്പകിട്ടുള്ള വർണ്ണവും രതിയും ഉൾക്കൊള്ളുന്ന സങ്കേതങ്ങളിലുള്ള തുച്ഛമായിട്ടുള്ള അവസ്ഥ, അതിനകത്തുള്ളൊരു ശൂന്യത, അതിന്റെ യഥാർത്ഥത്തിലുള്ള ഖനമെന്താണ് അത് മനസ്സിലാക്കുന്നവരാണ് ആ കംഫർട്ട്സുകൾ, സുഖ സൗകര്യങ്ങൾ കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് മറ്റൊരു ലോകത്തിലേക്ക്, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന മറ്റൊരു ലോകത്തിലേക്ക്, അവിടെ കംഫർട്ട്ഫുൾനെസ് ഉണ്ടാകില്ല, പക്ഷേ ഹാപ്പിനെസ് ഉണ്ടാകും. അത് നമ്മളെ വ്യത്യാസം അറിയുന്നവർക്കേ അവിടെ വരാൻ തോന്നുള്ളൂ. അവിടെ അദ്ദേഹത്തെ ആരും അറിയില്ല. ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളൊന്നും അവിടെ ആരും അറിയില്ല. ബീറ്റിൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ലോകോത്തരന്മാരായിരുന്നു. ജോൺ ലെന്നൻ, റിംഗോ സ്റ്റാർ, ജോർജ് ഹാരിസൺ, പിന്നെ പോൾ മക്കാർട്ട്നി. ഇവർ 4 പേര് എന്തിന്റെ കുറവായിരുന്നു അന്ന് അവർക്കുണ്ടായിരുന്നത്?
സംഗീത ലോകത്തില് അവർ ഇന്നും അവരുണ്ട്. ജോൺ ലെന്നൻ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ, വെടിയേറ്റ് മരിച്ചു. ബാക്കി എല്ലാവരും ഇന്നും ഉണ്ട്. അവര് കോടീശ്വരന്മാരാണ്. എന്തിന്റെ കുറവ് അവർക്കുണ്ടായിരുന്നു ബീറ്റിൽസിന്? പക്ഷെ അവര് ഹിമാലയത്തിലെ കാടുകൾക്കകത്ത് വന്നാ താമസിച്ചത് വലിയൊരു കാലഘട്ടത്തോളം. പിന്നെ അവരവിടുന്ന് പോയില്ല. വാസ്തവത്തിൽ അവര് മഹർഷി മഹേഷ് യോഗിയുടെ ശിഷ്യന്മാരായി തീർന്നു. ഇന്നത്തെ ശ്രീ രവിശങ്കറിന്റെ കൊളീഗ്സ്, അദ്ദേഹത്തെ സീനിയർ ആയിരുന്നു അവരെന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നത്? ഇവിടെ അല്പാഹാരികളായിട്ട് ഒറ്റമുണ്ടും തോളത്തിന് മുണ്ടുമായിട്ട് ഇവിടെ ഹിമാലയത്തിൽ ചുറ്റി നടക്കാൻ, അങ്ങനെ ചുറ്റി നടന്നാൽ എന്തായിരുന്നു അവർക്ക് കിട്ടുമായിരുന്നത്? അവിടെ ഡോളർ, ചാക്ക് കണക്കിന് ഡോളർ അവർക്ക് കിട്ടും ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ. അവർക്ക് പേരുണ്ട്, പെരുമയുണ്ട്, ആദരിക്കാൻ ചുറ്റുപാട് ആളുകളുണ്ട്, നോക്കാനും അവരിന്ന് കണ്ടു എന്ന് പറഞ്ഞ് സായുജ്യം അടയാനും അവരെ തൊട്ടു എന്ന് പറഞ്ഞ് സായുജ്യം അടയാനും ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റികൾ, സൂപ്പർ എന്തായാലും പറയുക സെലിബ്രിറ്റികളായിരുന്നു അവരെല്ലാവരും. മെഗാ സെലിബ്രിറ്റികളായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് അവര് മുണ്ട്, രണ്ടാം മുണ്ട് തലയിൽ കെട്ടൊക്കെ ആയിട്ട് ഇവിടുത്തെ അല്പാഹാരം കഴിച്ച് ജീവിക്കുമ്പോൾ എന്തൊരു സുഖമാണ് അവർക്ക് കിട്ടിയത്. ഇത് അവരോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ അവർക്ക് സുഖം കിട്ടിയോണ്ടല്ലേ അവിടെ വന്നത് ആണ്. അതെങ്ങനെയാണ് അളക്കാൻ പറ്റുക? അത് അവനവന് തന്നെ അനുഭവമായിട്ട് മാറണം. കാരണം അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഇത്രമാത്രം സുഖമുണ്ടായി, എത്രമാത്രം സുഖമുണ്ടായി, അത് 3.5 കിലോ സുഖമുണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ ആഗ്രഹം? ഈശ്വര, അവർക്ക് അമേരിക്കയിലെ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഡോളർ കോടിക്കണക്കിന് ഡോളർ വന്ന് കുമിഞ്ഞുകൂടുന്നു. അതല്ലേ വാസ്തവത്തിൽ സുഖം? അങ്ങനെ സുഖം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം കുവിഞ്ഞുകൂടിയിട്ട് അതിന്റെ മേലെ കയറിയിരുന്നിട്ട് ഇതല്ലല്ലോ സുഖം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വേറെയുമുണ്ട്. അപ്പൊ അത് ഓരോരുത്തരെ കാഴ്ചപ്പാടിനനുസരിച്ച്, മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച്, മുമ്പ് പറഞ്ഞല്ലോ മാനസികാവസ്ഥയാണ് ദരിദ്രനെ തീർക്കുന്നതും ധനികനെ തീർക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഭൗതിക സുഖസാധനങ്ങളിൽ രമിക്കാൻ അതിനേക്കാൾ വലിയ രമണം, അതിനൊരു ഭൂമികയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആളുകള് ഈ കാര്യങ്ങള് അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് വരില്ല. അത് അനുഭവിച്ചു തന്നെ തീരണം എന്നർത്ഥം. അതവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആത്മജ്ഞാനത്തിൽ കുറഞ്ഞ് സത്യസമ്പൂർണതയിൽ കുറഞ്ഞതായിട്ടുള്ള യാതൊന്നിനെയും, മോക്ഷത്തിൽ കുറഞ്ഞ യാതൊന്നിനെയും അവർ സ്വീകരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർ സ്വീകരിക്കില്ല. അതാണ് സത്യം. വലിയ വലിയ രാജാക്കന്മാരുണ്ടായിരുന്നു, ചക്രവർത്തിമാരുണ്ടായിരുന്നു. അവരെ ഉപദേശിക്കുന്ന, അവരുടെ സിംഹാസനം പങ്കുവയ്ക്കാൻ യോഗ്യതയുള്ള ആളുകൾ അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയോട് പറയുകയാണ്, ആ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ താങ്ങി പിടിച്ചോട് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊണ്ടുകൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഒന്നും ആവശ്യപ്പെട്ടില്ല. കാരണം അവർക്കെല്ലാം ഉള്ളവരാണ്. ഉള്ളവർ പിന്നെ ഒന്നും ആവശ്യപ്പെടാറില്ലല്ലോ. ആ ഉള്ളായ്മ എന്താണെന്ന് അറിയുന്നവന് ഈ ലോകത്തിന്റെ ഉള്ളായ്മയോടെ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. നാരായണത്ത് ഭ്രാന്തൻ വലിയൊരു കഥാപാത്രമാണ്. കേരളത്തില് നാരായണത്ത് ഭ്രാന്തന്റെ ആ ഒരു ബൗദ്ധിക നിലവാരം വേറെ ആരെങ്കിലും ഉണ്ടോന്നറിയില്ല. അദ്ദേഹം തന്ത്രശാസ്ത്രങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഭ്രാന്തനൊന്നുമല്ല. ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസികാവസ്ഥയാണ്. ഭ്രാന്തന്മാർക്ക് തോന്നും നമ്മളാ ഭ്രാന്തന്മാരെന്ന്. നമ്മൾ തലകുത്തി നടക്കുന്ന സമയത്ത് നമുക്ക് എന്താ അനുഭവപ്പെടുക? നമ്മൾ ശരിക്കും നടക്കുന്നു, മറ്റുള്ളവർ തലകുത്തി നടക്കുന്നു നമുക്ക് തോന്നുക. നാരായണത്ത് ഭ്രാന്തൻ തലകുത്തി നടന്നില്ല, നമ്മൾ തലകുത്തി നടന്നു. അപ്പൊ നമുക്ക് നാരായണത്ത് ഭ്രാന്തനെ ഭ്രാന്തനായിട്ട് തോന്നിയെന്ന് മാത്രം. അവിടെ ദേവി വന്ന് അദ്ദേഹത്തിന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. എന്തെങ്കിലും ചോദിക്കാനാ പറഞ്ഞത്. ധനം വേണോ, സ്വർണം വേണോ, എന്ത് വേണി ചോദിച്ചോളാൻ പറഞ്ഞു. അനുഗ്രഹമായിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനും കൊടുത്തിട്ടേ ദേവിക്ക് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. അവസാനം ഇദ്ദേഹം ഒരു അനുഗ്രഹമായി ചോദിച്ചാണ് ഏറ്റവും രസം. എന്റെ ഇടത്തുകാലമത്തെ മന്ത് വലത്തുകാലമേക്ക് ആക്കി തരാൻ പറ്റുമെന്ന്. എന്നങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. എന്തായാലും നമുക്ക് പഠിക്കാനുള്ളത്, നാരായണത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ നിന്ന് ഒന്നും കെട്ടിപ്പൊതിഞ്ഞ് ഭാണ്ഡമായിട്ട് മാറാപ്പായിട്ട് കൊണ്ടുനടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ശരീരത്തെ തന്നെ ഒരു മാറാപ്പായിട്ട് കാണുന്ന ഒരാള് ആ ശരീരത്തിന്റെ പുറത്തൊരു ചാക്ക്, അതിനകത്ത് കുറെ സാധനങ്ങൾ കെട്ടിവെച്ച് മാറാപ്പായിട്ട് നടക്കൂ. അതുകൊണ്ട് ദേവി ഇതൊന്നും സ്വീകരിച്ചില്ല. ദേവിയെ കളിയാക്കുന്ന പോലെയാ പറഞ്ഞ, എന്റെ ഈ കാലിന്റെ മന്ത് ഇങ്ങോട്ടൊന്ന് മാറ്റിത്തരുമെന്ന്. അപ്പൊ വിവേകികള് അവർ ഈ വർണ്ണവും രതിയും ഉൾക്കൊള്ളുന്ന ഭൗതിക സുഖ ഭോഗ സാധനങ്ങൾ
അതിലൂടെ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നുള്ള ഏറ്റുവാങ്ങലിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള സുഖം അവർക്ക് ഉണ്ടായിരിക്കും. നല്ല വെയിൽ വരുമ്പോൾ ഒരു കൊട കിട്ടിയ സുഖമാണ്. ഇവിടെ സമ്പൂർണമായിട്ടുള്ള അവസ്ഥയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കൊട ചൂടിയോണ്ട് സമ്പൂർണ്ണത ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം. അവിവേകിക്ക് എന്താണ് അൾട്ടിമേറ്റ് ആയിരിക്കുന്നത്? അവിവേകിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അൾട്ടിമേറ്റ് എന്താണ്? ഹി വൺ ലോവർ പ്ലഷേഴ്സ്. അയാൾക്ക് റോട്ടി കപ്പട മക്കാൻ, ആഹാരം വസ്ത്രം പാർപ്പിടം, അതാണ് അയാളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ഷം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള സുഖം. ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആത്മജ്ഞാന സംബന്ധിയായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അത് ചിന്തിക്കുന്നില്ല. ഒരു കുരങ്ങൻ ചിന്തിക്കുന്നുണ്ടോ? കുരങ്ങൻ ബാഗിനകത്ത് കൈയിട്ട് വാരുന്ന സമയത്ത് അതിനകത്തൊരു മൊബൈൽ എടുക്കുന്നു, അതിനകത്ത് ഒരു 2000 രൂപയുടെ ഒരു കെട്ട് നോട്ട് അവിടെ കിടക്കുന്നു, 2 ലക്ഷം രൂപ. അത് എടുത്ത് കൊണ്ടുപോകുക, അതെടുത്ത് അങ്ങോട്ട് തിരിച്ചു മറിച്ച് പോയിട്ട് അവിടെ ഇടും. അതിന് പഴം മതി, അല്ലെങ്കിൽ അതിന് ബിസ്ക്കറ്റ് മതി, അതിന് അതേ അറിയുള്ളൂ. അതിന്റെ ലോകം അതാണ്. അപ്പൊ അവിവേകിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൃത്യമായിട്ട് മൂല്യമുള്ളത് എന്താണ്, കാര്യങ്ങളെ മറികടന്ന് നിലനിൽക്കുന്നത് എന്താണ്, അതറിയില്ല. ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കൊച്ചുകുട്ടിയെ നമ്മൾ കാണാൻ ചെല്ലുന്ന സമയത്ത് കൊച്ചുകുട്ടിക്ക് എന്താ വേണ്ടത്? കുറച്ച് മിഠായി വാങ്ങിച്ചു കൊടുക്കണം. ഒരു പാക്കറ്റ് മിഠായിക്ക് എത്ര വരും? 50 രൂപ. അതിന് പകരം ആ കുട്ടി ഇനി കുറച്ച് കൂടുതൽ കാലം മിഠായി വാങ്ങിച്ചോട്ട് വെച്ചിട്ട് 2000 നോട്ട് കൊടുത്താൽ ആ കുട്ടി അത് വലിച്ചെറിയില്ലേ? ആ കുട്ടിക്ക് എന്റെ മൂല്യം അറിയില്ല എന്ന് സാരം. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ബാലകനാണ്, ഒരു കുഞ്ഞാണ്. ഹി വൺ ലോവർ കുറെ ലോവർ പ്ലഷേഴ്സ്, അത് മാത്രം മതി, കുറച്ച് മിഠായി വേണം, മാത്രം. ഇവിടെ അറിവുള്ളവൻ അറിയുന്നു ഈ കാണുന്ന ലോവർ ആയിട്ടുള്ള പ്ലഷേഴ്സ് പരിപൂർണമായിട്ട് അനവസ്ഥിതത്വാത് ശോഭാവാഹ, നോ പെർമനൻസി. ഇങ്ങനെയുള്ള പ്രഷർ, ഇങ്ങനെയുള്ള സുഖഭോഗ സാധനങ്ങൾ, അത് അനവസ്ഥിതത്വമുണ്ട്. ഇന്നുണ്ടെങ്കിൽ നാളെ നിലനിൽക്കണമെന്നില്ല. അതാണ് അനവസ്ഥിതത്വം എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊരു സ്ഥലത്ത് അത് സ്ഥിതി ചെയ്യുന്നില്ല. ആയതുകൊണ്ട് തന്നെ സ്വഭാവങ്ങളാണ്. നാളെയൊക്കെ അഭാവങ്ങളാണ്. നാളേക്ക് ഉണ്ടാകൂല്ല എന്ന് അറിയില്ല. ദാറ്റ് മീൻസ് നോ പെർമനൻസി. അതിനൊരു പെർമനൻസി ഇല്ല. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ചേഞ്ച് ഈസ് അൺചേഞ്ചബിൾ എന്ന് പറയാറുണ്ട്. അതിനൊരു അൺസർട്ടനിറ്റിയാണുള്ളത്, കൃത്യതയില്ലായ്മ, ഒരു അൺസ്റ്റഡിനെസ് ആണുള്ളത്. ആയതുകൊണ്ട് അതിനെ തേടിപ്പിടിച്ച് കയ്യിൽ വെച്ചിട്ട് എന്താ കാര്യം? അത് ഇന്നല്ലെങ്കിൽ നാളെ കയ്യിലിരുന്ന് അതില്ലാതായി മാറും. ഈ ഒരു അറിവാണ് വൈരാഗ്യ ലക്ഷണം. ആ വൈരാഗ്യ ലക്ഷണമാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിൽ നിന്ന് എനിക്കൊന്നും വേണ്ട എൻ്റെ ഭഗവാനെ എന്ന് പറയുന്ന ഒരവസ്ഥ. അതിനുള്ള കാരണം ഇതാണ്. അത് വളരെ താഴ്ന്ന രീതിയിലുള്ള വെറും വർണ്ണരീതികൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് കിട്ടുന്ന അല്പമായിട്ടുള്ള പ്രമോദങ്ങളാണ്. അത് വേണ്ട. അങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത്. കാര്യങ്ങളെ കൃത്യമായിട്ട് വിവേചിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വിവേകപൂർവമുള്ള വൈരാഗ്യമാണ് വിവേക വൈരാഗ്യാദികൾ എന്ന് പറയുന്നത്. പൂർവമായിട്ടുള്ള വൈരാഗ്യമാണത്, അറിഞ്ഞുകൊണ്ടുള്ള വൈരാഗ്യമാണത്. ആ വൈരാഗ്യത്തിന്റെ ലക്ഷണമാണ് ഇവിടെ നചികേതസ് കാണിച്ചത്. ഇവിടെ നമ്മള് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഇതിനനുബന്ധപ്പെട്ടിട്ട്. ഒരുപാട് കാലം തപസ് ചെയ്തു മഹാവിഷ്ണുവിനെ. അങ്ങനെ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിട്ട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മഹാവിഷ്ണു അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് വൈകുണ്ഠവും കാര്യങ്ങളൊക്കെയും കണ്ടോടുകൂടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ മഹാവിഷ്ണു ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇത്രയും കാലം ഇവിടെ തപസ് ചെയ്തത്? എന്താണ് അങ്ങേക്ക് വേണ്ടത്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിപ്പോയത് വീട്ടിലെ ദാരിദ്ര്യമാണ്. ഉടനെ തന്നെ അങ്ങനെ എടുത്തോ അങ്ങനെ പറഞ്ഞു, ഈ കുറെ മത്തങ്ങയും കുമ്പളങ്ങയും വേണമെന്ന്. അതായത് അധസ്ഥിതമായിട്ട് ലോകത്തിലെ സുഖസൗകര്യങ്ങളാണ് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചത്. ഇത് ബുദ്ധിയുള്ളവൻ ചെയ്യില്ല എന്നാണ് രാമകൃഷ്ണൻ ഒരു സ്ഥലത്ത് പറയുന്നത്. ഇവിടെ അതേ അവസ്ഥ തന്നെയാണ്, അതേ കാര്യം തന്നെയാണ് ഇവിടെ നചികേതസും പറഞ്ഞിട്ടുള്ളത്. ഭാഷ്യം: അചേത്യതാം വയോഹാനിം അപ്രാപ്നുവതാം അമൃതാനാം സകാശമുപേത്യ മീൻസ് ഉപഗമ്യ ആത്മനഃ ഉത്കൃഷ്ടം പ്രയോജനാന്തരം പ്രാപ്തവ്യം തേഭ്യഃ പ്രജാനൻ ഉപലഭമാനഃ സ്വയം തു ജീര്യന്മർത്യോ ജരാമരണവാൻ
കുതസ്ഥഃ കുഹു പൃഥിവീം അധശ്ചാന്തരിക്ഷാദി ലോകാപേക്ഷയാ തസ്യാം തിഷ്ഠതി ഇതി കുതസ്ഥഃ സന്ന് കഥം ഏവം അവിവേകിഭിഃ പ്രാർത്ഥനീയം പുത്രവിത്തഹിരണ്യാദി അസ്ഥിരം പ്രണീതേ. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അന്തരീക്ഷം മുതലായിട്ടുള്ള ലോകങ്ങളെ അപേക്ഷിച്ച് ഏറെ അതോ ഭാഗത്ത് ഏറെ താഴെയാണ് നമ്മുടെ ലോകം എന്നാണ് ഒരു കണക്ക്. അവിടെയുള്ളത് ജരാമരണങ്ങളോട് കൂടിയിട്ടുള്ള സംസാരിയായിട്ടുള്ള മനുഷ്യൻ മാത്രമല്ല എല്ലാ പ്രാണികളും ജരാമരണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. എന്നുണ്ടാകുന്നു, കുറെ കഴിയുമ്പോൾ അത് ഇല്ലാതായി മാറുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ, അങ്ങനെയുള്ള ആ ലോകം മുഴുവൻ അതിലുള്ള മനുഷ്യനും വാർദ്ധക്യം മരണവുമില്ലാത്ത ദേവലോകത്തിലെത്തുന്നു. അതിലൊരാളാണ് നചികേതസ്. ദേവലോകത്തിലെത്തുന്നു. എങ്ങനെയുള്ള ആള്? ദേഹിയായിട്ടുള്ള മനുഷ്യൻ. നമ്മളിവിടെ അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെയും പറയില്ലേ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ? ദേഹം എന്ന് പറഞ്ഞാൽ ദഹിച്ചു പോകുന്നത്. അദ്ദേഹം ആ ദഹിച്ചു പോകുന്ന സാധനം, അതിനെ നോക്കിയിട്ട് നമ്മള് അദ്ദേഹം വലിയൊരു മനുഷ്യന്ന് പറയുന്നത്. ശരീരം അത് കൊഴിഞ്ഞു പോകുന്നത്, മർത്യൻ മരണത്തിന് കീഴടങ്ങുന്നത്. അപ്പൊ ആ വാക്കുകളെ കൊണ്ട് തന്നെ നമ്മൾക്ക് ചില സൂചനകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യൻ വാർദ്ധക്യവും മരണവും ഏശാത്ത ദേവലോകത്തിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ദേവലോകത്തിൽ എത്തുമ്പോൾ വലിയൊരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നു. ദേവന്മാരിൽ നിന്ന് തനിക്ക് വലുതായിട്ടുള്ള പ്രയോജനത്തെ, അതീവ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള വലിയ പ്രയോജനം കിട്ടാനുണ്ടെന്ന്. അതൊരു വിദ്യയാണത്. ആ വിദ്യ താൻ നാശമില്ലാത്തവനാണെന്നുള്ള ബോധം അപരോക്ഷ അനുഭൂതിയാക്കാനുള്ള വിദ്യയാണത്. ആ വിദ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനോർത്താ നമ്മൾ സങ്കടപ്പെടുന്നത്? എന്തെങ്കിലും ഒരു കാര്യം, ഉള്ളൊരു കാര്യം ഇല്ലാതായി പോകുമ്പോഴല്ലേ ഒരു മനുഷ്യന് സങ്കടം ഉണ്ടാകുക. താൻ എന്ന് പറയുന്ന അവസ്ഥ, തന്റേതായിട്ട് ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല, താൻ നഷ്ടപ്പെടുന്നില്ല എന്നുള്ള ബോധം ഉണ്ടാക്കാൻ ഉതകുന്നൊരു മഹാവിദ്യയെ പ്രദാനം ചെയ്യാൻ കഴിയുള്ള ദേവന്മാരുള്ള ലോകത്തില് ആണ് താൻ എത്തിയത് എന്നാൽ അറിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിത്യാനിത്യ വസ്തു വിവേകമില്ലാത്ത അവിവേകികൾ ആഗ്രഹിക്കുന്ന പുത്രന്മാര്, ധനം എന്നിവയെ, നിത്യമെന്ത് അനിത്യമെന്ത്, നിത്യാനിത്യ വസ്തു വിവേകം അതില്ലാത്ത അവിവേകികള് അവരെന്താ ആഗ്രഹിക്കുന്നത്? അവരൊരുപാട് ആയുസ് വേണം ഭഗവാനെ, എനിക്ക് 100 വയസ്സിൽ വീഴാൻ പോകുമ്പോൾ നമ്മള് മൃത്യുഞ്ജയ ഹോമം നടത്തും, ഒന്നുകൂടി നീട്ടിവെക്കാൻ ആയുസ്. ദ്രോഹമല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്? ഒരുപാട് പുത്രന്മാർ വേണം, പുത്രന്മാർ വേണം, അവരുടെ പുത്രന്മാരിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന എനിക്ക് കാണണം, ഒരുപാട് ധനം വേണം, 6 തലമുറയ്ക്ക് ധനം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അവിവേകികൾ. ഇങ്ങനൊരു ലോകത്തെ കണ്ടു കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ ഗംഭീരത്വം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ അയാൾ രമിക്കുകയാണ്. പിന്നെ ഇവിടെ ജര നമ്മളോട് പറഞ്ഞു, അജീര്യതാം, ജരയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ജര അതൊരു രാക്ഷസനാണ്. ഇറ്റ്സ് എ ഗോസ്റ്റ് റിയലി. ആ കള്ളൻ, ജര എന്ന് പറയുന്ന രാക്ഷസൻ ഒളിച്ചു നിന്ന് അമ്പെയ്ത് കളയും. നമ്മളറിയില്ല. നമ്മൾ അറിയുന്ന ഒരു രാക്ഷസനാണെങ്കിൽ നമുക്ക് ആ രാക്ഷസനെ നമുക്ക് തടയാം, ഡിഫെൻഡ് ചെയ്യാം, അതിൽ ഒഫൻഡ് ചെയ്യാം. പിന്നെ കൂടെ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒളിച്ചു നിന്ന് നമ്മളെ അത് ദ്രോഹിക്കും. നമ്മുടെ നല്ല കാലഘട്ടത്തിൽ ഇവർ നമ്മളോട് അടുക്കില്ല, പേടിയാണ്. നല്ല ബലത്തോടുകൂടി ആശിസ്സോടുകൂടി അനുഗ്രഹീതനായിട്ട് യൗവനയുക്തരായിട്ട് 18, 20, 28, 25, 30, 35, 40 വയസ്സ് വരെയൊന്നും നമ്മളോട് അടുക്കില്ല. യുവാക്കളെ വലിയ ഭയമാണ്. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അവന് മനസ്സിലായി ഇയാൾക്ക് പ്രായമായി തുടങ്ങി, ഇനി ഇയാളെ വീഴ്ത്താം, അമ്പ് ചെയ്ത് തുടങ്ങാം എന്ന് മനസ്സിലായി. യുവാവായിരിക്കുന്ന സമയത്ത് എല്ലാവരും 4 പാക്ക് 6 പാക്ക് ശരീരമൊക്കെ ആയിട്ട് നടക്കണം കണ്ടിട്ടില്ലേ? അവസാനമാകുന്ന സമയത്ത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ വലിയ പാക്കുകളായിട്ട് നടക്കും. അവസാനമായിട്ട് നമ്മളെല്ലാവരും പാക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമായിട്ട് ഈ രാക്ഷസരെത്തും. എല്ലാവരും ചെയ്തതാണ്. ഷുവർസ്നേഗർ എന്ന് പറഞ്ഞിട്ടൊരു നടൻ, ആർണോൾഡ് ഷുവർസ്നേഗർ ഉണ്ട്, അമേരിക്കയിലുള്ളതാണ്. അദ്ദേഹം അതുപോലെ ശരീരത്തെ വാർത്തെടുത്തതാണ്.
പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെ വാർത്തെടുക്കൽ പ്രക്രിയ പറ്റുന്നില്ല. അപ്പോഴൊന്നുണ്ടായി, ഈ വാർത്തെടുത്തത് മുഴുവൻ ബലൂൺ പോലെ വീർത്തിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് മുഴുവൻ അതുപോലെ കുഴിഞ്ഞു, സഞ്ചി പോലെ കുഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹോട്ടലിൽ കയറി ചെന്നെങ്കിൽ അദ്ദേഹത്തിന് റൂം കിട്ടില്ല. കാരണം അദ്ദേഹം VIP അല്ല. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, ഞാൻ ആർണോൾഡ് ഷ്വാർസനഗർ ആണ്. അപ്പൊ അവര് പറയും പോടോ പോടോ, തമാശ പറയാണ്ട് പോടോന്ന് പറയും. ഈ ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. കാരണം എന്താണ്? ജര അയാൾ കമ്പ് ചെയ്തു. ജര വന്ന അയാളുടെ പാക്കുകളെ മുഴുവൻ കെടുത്തി ജരയുടെ പാക്ക് അയാളുടെ ശരീരത്തിൽ കയറ്റി. ജര അയാളെ പാക്ക് ചെയ്തു. നമ്മുടെ ബാഹ്യഭാവങ്ങളുടെ ജീർണത ജരയുടെ അമ്പയത്തിൽ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ജരയാണ് അമ്പ ചെയ്യുന്നത്. അത് കഴിഞ്ഞാലോ നമ്മള് ഈ ശ്രീകൃഷ്ണൻ, നമ്മളെപ്പോഴും പറയാറുണ്ട് ജര എന്ന് പറഞ്ഞ രാക്ഷസനാണ് ശ്രീകൃഷ്ണൻ അമ്പ ചെയ്തത് എന്നൊക്കെയും പറയാറുണ്ട്. ശ്രീകൃഷ്ണന്റെ കാലിന്റെ നഖം തത്തയുടെ ചുണ്ടുപോലെയായിരുന്നു. അപ്പൊ അത് കണ്ട് തത്ത ചുണ്ടാച്ചാൽ അവിടേക്ക് അമ്പ ചെയ്തു എന്നൊക്കെയാണോ പഠിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ പ്രായം 105 115 ഒറ്റ വയസ്സാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാലിന്റെ നഖമൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടാൻ തുടങ്ങി. ജരയുടെ ലക്ഷണം അതാണ് ജര അമ്പ ചെയ്തെന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ യൗവനം അവസാനിച്ചു. യോഗബലം യൗവന കാലഘട്ടത്തിലേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജരകളും നരകളും വരുന്ന സമയത്തൊന്നും അതിനൊരു ശേഷി ഉണ്ടാവില്ല. അപ്പൊ എന്തു ചെയ്തു? അദ്ദേഹത്തിലേക്ക് മടങ്ങി, പ്രഭാസത്തിലേക്ക് പോയി. പിന്നെ ജീവത്യാഗം, അദ്ദേഹം പിന്നെ സ്വർഗാരോഹണം നടത്തി. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങളെയാണ് ജരയുടെ അമ്പയത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാക്ഷസനൊന്നുമല്ല, കൈയും കാലുള്ള രാക്ഷസനൊന്നും അല്ല അത്. ശങ്കരാചാര്യർ വളരെ മനോഹരമായിട്ട് ജരയുടെ അമ്പയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം എന്ന്. അംഗം ഗളിതം, ശരീരമൊക്കെ ക്ഷീണിച്ചു. മുണ്ടം ഫലിതം, തല നരച്ചു. തുണ്ടം ദശനവിഹീനം ജാതം, വായില് പല്ലൊക്കെയും കൊഴിഞ്ഞു. വൃദ്ധ ദണ്ഡം ഗൃഹീത്വയാതി, വൃദ്ധനായിട്ട് വേച്ച് നല്ലൊരു ചിത്രമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ജര അമ്പ ചെയ്യുമ്പോ ഇതൊക്കെയാ സംഭവിക്കുക. നമുക്ക് ഈ ശ്ലോകത്തിലൂടെ പിന്നീട് മുന്നേറാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.